90 ദിവസത്തിനകം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ പേരിലുള്ള കുറ്റപത്രം കൊടുത്തിരുന്നെങ്കിൽ വിചാരണ കാലയളവ് വരെ ഇവര് ചുരുങ്ങിയത് ആ നിലയ്ക്ക് അവർ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. പക്ഷെ ഇപ്പോ അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളൊക്കെ ജാമ്യം കിട്ടി പുറത്തു വന്നത് അന്വേഷണ സംഘം നടത്തിയിട്ടുള്ള ഗുരുതരമായ കൃത്യവിലോപമാണ്. അവർക്ക് ഇതുവരെ കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 6 മാസമായി ഇപ്പൊ അന്വേഷണം തുടങ്ങിയിട്ട്. ഈ 6 മാസമായിട്ട് അന്വേഷണത്തിന്റെ കുറ്റപത്രം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. അത് ഹൈക്കോടതി സമ്മതിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരള ഹൈക്കോടതി തന്നെ നിശ്ചയിച്ച അന്വേഷണ സംഘമായതുകൊണ്ട് ഹൈക്കോടതിക്ക് ആ കാര്യം സമ്മതിക്കുന്നതിൽ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ നമുക്കത് പറയാൻ ബുദ്ധിമുട്ടില്ല. അന്വേഷണ സംഘത്തിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. കുറ്റപത്രം കൊടുക്കുന്നതിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറ്റവാളികൾ മുഴുവൻ പുറത്തിറങ്ങിയ ഒരു സാഹചര്യമാണുള്ളത്. ഇത് അന്വേഷണത്തിന്റെ പരിസമാപ്തി അല്ലെങ്കിൽ അന്വേഷണത്തിനെ തുടർന്ന് ഇനിയുള്ള അതിന്റെ ഫലത്തെ ഗുരുതരമായി ബാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം തെളിവുകൾ ശേഖരിക്കുന്നതിൽ വേണ്ടത്ര മുന്നോട്ട് പോകാൻ കോടതിക്ക് അന്വേഷണ സംഘത്തിനായിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. എന്തുകൊണ്ടാണ് കുറ്റപത്രം വൈകുന്നതെന്ന് ചോദിച്ചാൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ, കോൺക്രീറ്റ് ആയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിൽ